വിളക്കിൻ്റെ അവിടെ ആരും അതിൻ്റെ ഉള്ളിൽ കൂടെ കടത്തില്ല കടന്നാണ് അപ്പം കുത്തും. അതൊന്നും ചെയ്യില്ല. പറ്റാവുന്ന വിജയിക്കും. അപ്പം അവന് സംശയം തോന്നുന്നു. അവൻ എന്നോട് ചോദിക്കും, ആശാന ആന എന്നെ മാതിരിയാണ്, എന്താ വേണ്ടതെന്ന് ചോദിക്കും. പറ്റിനി പോണ്ടറാന്ന് പറയും. ഈ വീശി ഉടക്കണേൽ കണക്കുണ്ട്, വീശണേൽ കണക്കുണ്ട്. അതൊന്നും ആനക്കാർക്ക് ചോദിച്ചാൽ അറിയില്ല. ഈ ആനയുടെ അടുത്ത് നമ്മുടെ പ്രശാന്തേട്ട പെരുമാറും. അയാൾക്ക് ഒരു ശല്യമില്ല, ഒരു ശല്യമില്ല. ശരിക്കും പറഞ്ഞാൽ ആ ഭക്ഷണം കൊടുക്കുന്ന ഒരു സ്നേഹം ആനയ്ക്ക് എപ്പോഴും ഉണ്ടാവും. അതല്ല, അയാൾ എപ്പോഴും വന്നാലും ഭക്ഷണം കൊടുക്കുകയും ചെയ്യും, അതിൻ്റെ അടുത്ത് പെരുമാറും, സന്തോഷിപ്പിക്കുകയും ചെയ്യും. അല്ലാണ്ട് അതിനോട് തല്ലാനും കുത്താനും ഇവിടെ മാതി കാര്യം നടത്താനും ആൾ കൊണ്ടുപോകണില്ലല്ലോ. ആള് വരിക ആള് ഇവിടെ വരുമ്പോൾ ആന വായ പൊളിച്ചിട്ടുണ്ടാവും അവിടെ. ആ ബിസ്ക്കറ്റ് എന്തെങ്കിലും കാര്യങ്ങളും കേട്ട് എനിക്കൊരു തീറ്റക്കൂറിനോടൊരു സ്നേഹമുള്ള ആനയാണ്. ആ സമയത്ത് ചന്ദ്രശേഖരനെ തീറ്റക്കൂറിനോട് സ്നേഹമില്ല. ചന്ദ്രശേഖരൻ ആനക്കാരിൽ കപ്പടിക്കും കഴിക്ക് ഇല്ലേ? അന്നെ ഇപ്പൊ ഗോപിയേട്ടനെ ഓടി എത്തില്ലല്ലോ. അപ്പൊ അതിന് തീറ്റ അല്ല, ഗോപിയേട്ടനെ ഓടി എത്തുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കങ്ങനെ ഇതൊന്നുമില്ല. ചട്ടക്കാരനോടും മാത്രമേ ചന്ദ്രശേഖരന് ആത്മാർത്ഥിയുള്ളൂ, വേറെ ആരോടും ഇല്ല. ചട്ടക്കാരൻ നിൽക്കുമ്പോൾ കൊമ്പ് പിടിക്കുകയൊക്കെ ചെയ്യുക, വായിൽ കൊടുക്കുകയൊക്കെ ചെയ്യുക. ചട്ടക്കാരൻ ഇല്ലാണ്ട് ചേർ ചെന്നാൽ വീരറിയും. ചെരിഞ്ഞു പോയ ചന്ദ്രശേഖരനായിരുന്നു, അവന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ചന്ദ്രശേഖരനാ? ചന്ദ്രശേഖരന് അതിനെ ഒരാളേനും കണ്ടുകൂടാ. അതിൻ്റെ ആനക്കാരനെ ഒഴിച്ച് വേറെ ആൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. മുമ്പിൽ വിളക്ക് പിടിച്ച് നിൽക്കുക, അതിൻ്റെ ഇടയിൽ കൂടെ ഒരാൾ കടന്നാൽ അപ്പോൾ ചാടി കുത്തും. അങ്ങനെയല്ല, എവിടെ പോയാലും മുമ്പിൽ കമ്മിറ്റിക്കാർ തിരുവമ്പാടിക്കാർ രണ്ടാൾക്കാരുണ്ടാവും മുമ്പിൽ വിളക്കിൻ്റെ അവിടെ. അങ്ങോട്ട് മാറുന്നതാണ്. ഇങ്ങോട്ട് കടന്നാൽ അപ്പോൾ കുത്തുവാനാണ്. മടത്തല വരുമ്പോൾ കഴിഞ്ഞ് നിൽക്കുമ്പോൾ അത്രയും കണ്ടീഷനിലായി നിൽക്കുള്ളൂ. അതേമാതിരി പാർമേക്കാവിൽ കയറ് കെട്ടി കഴിഞ്ഞ് നിൽക്കുന്ന ഒരു ആനയുണ്ടായിരുന്നു, ദേവസ്വം ഗോപാലൻകുട്ടി. അത് കാക്കിയിട്ട ഒരാളാണെങ്കിൽ ചാടി പിടിക്കാനാണ്. കാക്കിയിട്ട ഒരാളെ കണ്ണിൻ്റെ നേരെ കണ്ടുകൂടാ. അതിൻ്റെ ആനക്കാരൻ കാക്കിയിട്ട് വന്നാൽ ആലോടി എത്തും. അത് വെടി ആരൊരു ചെറിയൊരു വെടി കൊണ്ടുണ്ടാന, പോലീസിൻ്റെ വെടിയെ. അതിൻ്റെ ശേഷം എനിക്ക് കാക്കി കണ്ണിൻ്റെ നേരെ കണ്ടുകൂടാ. എനിക്കറിയാതൊക്കെ പോലീസുകാരൻ്റെ വെടിയേക്ക്. ദേവസ്വം ഗോപാലൻകുട്ടി, തൃപ്രയാർ ദേവസ്വം. ചെരിഞ്ഞു പോയി. അതിനെ കയറി കെട്ടിയിട്ട് നിൽക്കും. ഇവരുടെ തന്നെ 2-3 ആൾക്കാർ, ഡേവീസേട്ടൻ ഉണ്ടാവും, ആരൂപേട്ടൻ ഉണ്ടാവും. അവരിങ്ങനെ സ്റ്റഡി ആയിട്ടാണ് നിൽക്കുക വിളക്കിൻ്റെ അവിടെ. ആരും അതിൻ്റെ ഉള്ളിൽ കൂടെ കടത്തില്ല, കടന്നാണ് അപ്പം കുത്തും. അതുകൊണ്ടൊന്നും ചെയ്യില്ലേ. BMT ആന അങ്ങനെ ഒരു ആന ഉണ്ടാവില്ല. മൂക്കത്തെ ചുണ്ടി എനിക്ക് അയ്യോ, മുഖത്ത് ചീച്ചിരുന്ന വെട്ടുകാന. പിന്നെ നമ്മുടെ ഈ നുണച്ചട്ടം എന്നൊക്കെ പറഞ്ഞത് ഈ ഭക്ഷണം കൊടുത്തുള്ള കാര്യം, അത് ഇങ്ങനെയുള്ള ആനകള്. ചില ആനകൾക്കും നുണച്ചട്ടം ഉണ്ടാവും. അടിയാട്ടാന സുന്ദരമേനെ കൊമ്പ് പിടിക്കുകയോ വലിക്കുകയൊക്കെ ചെയ്യാം. അത് ശിവനാന. ചില ആനകൾ അങ്ങനെയുണ്ട്. ചില ആനകൾ ഇതിനൊന്നിനും വകവയ്ക്കാത്ത ആനകളുണ്ട്. നുണച്ചട്ടത്തിനും വഴക്കല്ലോ. ആനക്കാരൻ നിൽക്കുമ്പോൾ ഒക്കെ ഓടി ചിന്നും, പിന്നെ ആളെ അറിയില്ല. അങ്ങനത്തെ ആനകളുണ്ട്. ആനകൾ പല രീതിയല്ലേ. അവിടെ പറഞ്ഞാൽ മതി, ഒറ്റച്ചട്ടം എന്ന് പറഞ്ഞൊരു ആന അങ്ങനെ ഭൂമിയിലില്ലേ. ഇപ്പോൾ രാമകൃഷ്ണന്റെ ഈ ഒരു കാലയളവിൽ ശിഷ്യന്മാരുണ്ടാവും. എനിക്ക് ശിഷ്യന്മാരെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ ഒരാളെ അങ്ങനെ ശിഷ്യത്തായിട്ട് ഒരാളെ അങ്ങനെ എൻ്റെ ഉള്ളുകൊണ്ട് അങ്ങനെ ഒരാളെ ഇല്ല എന്ന് തന്നെ പറയാം. 1-2 പിള്ളേരെ കൂടെ നടന്നിട്ടുണ്ട്. ഞാൻ എന്നാലും ഇതിനെ പറ്റിയിട്ട് കാര്യമായിട്ടൊന്നും പറഞ്ഞു കൊടുക്കാനോ ഇതിൻ്റെ കാര്യങ്ങൾ പറയണോ എനിക്കിഷ്ടമല്ല. ഒന്നാമത് എൻ്റെ ആവശ്യം എന്താ പനമ കയറി അത് ഞാൻ പഠിപ്പിക്കും. അപ്പോൾ ആന തേക്കാൻ പഠിപ്പിക്കും, തലയിട്ടിട്ട പഠിപ്പിക്കും. ഇപ്പോൾ കഴിഞ്ഞു, പിന്നെ ആനപ്പടി കഴിഞ്ഞു. പിന്നെ അവൻ തന്നെ നിന്നിട്ട് സ്വയം നിന്ന് ആനക്കാരനാവണമെന്നല്ലാണ്ട് ഞാനായിട്ട് അവന് ഇതിലേക്ക് ഒന്നും പറഞ്ഞു കൊടുക്കില്ല. എൻ്റെ രീതി അങ്ങനെയാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റിയ പണിയല്ല അത്. പറഞ്ഞു കൊടുക്കലല്ല അതിൻ്റെ കാര്യം, കണ്ട് മനസ്സിലാക്കല. ആനകളെ അഴിച്ചു കെട്ടുന്ന രീതികൾ കണ്ട് മനസ്സിലാക്കുക, അല്ലാണ്ട് കുറേ ആന തല്ലാന്നല്ല അതിൻ്റെ കാര്യം. ഇന്നത്തെ തലമുറ മുഴുവൻ തല്ലി ഒതുക്കുക. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പേര് വരുമോ, ഡബിൾ ചങ്കാരട്ട. അവരെന്താ ചെയ്യണേ? ഓരോ നെട്ടിട്ട വടിക്ക് തല്ലിയിട്ട് ആനയെ ഒതുക്കുക, പേടിപ്പെടുത്തുക. അതുകൊണ്ടൊന്നും ആനക്കാരനായില്ല. ആനകളെ അതിൻ്റേതായ ചിഞ്ചൽപ്പതോടു കൂടി അഴിച്ചു കെട്ടണം. പഴയ കാലത്ത് ആനയെ തല്ലണമെന്ന് ഞാൻ കണ്ടിട്ടില്ല. ഈ മഞ്ചേരിക്കോലം കുട്ടീഷാന, മഞ്ചേരിക്കോലം ഗോപാലൻ, മഞ്ചേരിക്കോലം രാമേന്ദ്രൻ എന്നുള്ള ആനകളൊക്കെ നമ്പർ 1 കേടി ആനകളാണ്. എന്നാൽ ആ ആനയുടെ മുകളിൽ താമസിക്കുന്ന ആനക്കാരൊന്നും ആനയെ തല്ലടി ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കുട്ടീഷാനമയൊക്കെ പണിയെടുത്തുള്ള
ഇപ്പം ഇന്നലെ ഒരു തന്നെ കടന്നു കുട്ടിക്കോടിൻ്റെ ഒരു 10-14-15 വയസ്സുള്ള ഒരു ഫോട്ടോ മഞ്ചേരിക്കോലം കുട്ടീഷാൻ്റെ കൊമ്പ് പിടിച്ചിട്ട് നിൽക്കണ ഒരു ഫോട്ടോ. അത് ഞാൻ പറഞ്ഞു മഞ്ചേരിക്കോലം കുട്ടീഷൻ തന്നെയാണ്, ആന തന്നെയാണ്. പക്ഷെ ആനയുടെ വിവൃതം മാറി എന്ന് പറഞ്ഞു. ബോർസൺ കമ്പനിയിലായി ആന, തിരുവല്ല ബോർസൺ കമ്പനിക്ക് മേടിച്ചു. ഗോപാലനാരെ കൊന്ന പിന്നെ പച്ചാന അവിടെ കൊണ്ടുവരുത്തു. അപ്പോൾ നമ്മുടെ സിന്ധു എന്ന് പറഞ്ഞ ആനക്കാരില്ലേ, കരിമ്പുഴ സിന്ധു, അവൻ്റെ അച്ഛൻ രാമകുട്ടിയാരാണ് അതിൻ്റെ ആനക്കാരൻ. അയാളുടെ കൂടെ ഹെൽപ്പറായിട്ടാണ് കുറ്റിക്കോടൻ നിൽക്കുന്നത്. ഒരു 10-15 വയസ്സുള്ള കുറ്റിക്കോടനെ കൊമ്പ് പിടിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ കൊണ്ടുവന്നില്ലേ. ആന തന്നെയാന്ന് പറഞ്ഞു, കുട്ടീഷാന തന്നെയാന്ന്. നമ്മുടെ കാവടിയാശാൻ പറഞ്ഞു, നമ്മുടെ പാപ്പിച്ചേട്ടൻ ഉണ്ടല്ലോ, പാപ്പിച്ചേട്ടൻ കാവടിയാശാന്റെ കൂടെ ചെറുപ്പം മുതലേ ആനപ്പണി നോക്കി പഠിച്ചതെന്നാ പറഞ്ഞല്ലോ. അത് ആശാനും പറഞ്ഞു, ആളും പറഞ്ഞു, എനിക്കൊരിക്കലും പഠിപ്പിച്ചു തന്നിട്ടില്ല എന്ന് പറഞ്ഞു. അതുപോലെ ഇത് നോക്കി പഠിക്കണം, കണ്ട് മനസ്സിലാക്കണം. കണ്ടും കാര്യങ്ങളും ചെയ്യണതും കണ്ടും. ഇപ്പം നമ്മളിപ്പോൾ ഒരു ആന ഇത്തിരി മല്ലുള്ള ആനയാണ് അഴിച്ചു കെട്ടുമ്പോൾ ചങ്ങലേമ 10-12 തരം ആനപ്പണിയുണ്ട്. വെല്ലുവിളിന് കണക്കുണ്ട്, തോട്ടിക്ക് കണക്കുണ്ട്, ഇതിനൊക്കെ കണക്കുണ്ട്. വടിക്കമ്പിന് കണക്കുണ്ട്, വടിക്കമ്പ് കൊണ്ട് തല്ലിനു കണക്കുണ്ട്. കണക്കെന്ന് പറഞ്ഞാൽ വടിയുടെ മുകളിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ചില കണക്കുകളുണ്ട്. കളരിപ്പേറ്റി പഠിക്കണ മതി. അപ്പം അതൊക്കെ ഇന്നുള്ള ആനക്കാർക്ക് അതെന്തിനാന്ന് മനസ്സിലാവില്ല. അങ്ങനെ കുഴപ്പമുണ്ട്. വടിക്കമ്പ് എൻ്റെ മുകളിൽ കണക്കുണ്ട്, തോട്ടിക്ക് കണക്കുണ്ട്. തോട്ടി വീശി ഉടക്കണേൽ കണക്കുണ്ട്, വീശണേൽ കണക്കുണ്ട്. അതൊന്നും ഇന്നുള്ള ആനക്കാർക്ക് ചോദിച്ചാൽ അറിയില്ലയോ, അവർക്ക് പറയാനായിട്ട് അറിയൂല. അത് നമ്മൾ പരിധി വിട്ട് വീശി കഴിഞ്ഞാലും അപകടം ഉണ്ടാവും. ചിലപ്പോൾ മുതല പോവും, ആനയ്ക്ക് പാടാവും. ആന ആ തോട്ടി ഉരിയുമ്പോഴത്തേന് ആന പറിച്ചുണ്ടാവും, ബ്ലഡ് നിൽക്കില്ല. തോട്ടിയുടെ പഴുപ്പ് മുഴുവൻ അടിച്ച് കയറിയിട്ടുണ്ടാവും. അതുകൊണ്ട് ഊരി കഴിഞ്ഞാൽ പിന്നെ ഈ കയറിയത് ഒരു നൂലുവെണ്ണ ഉണ്ടാവുള്ളൂ, ഉള്ളിലേക്ക് നല്ല റൗണ്ട് ഉണ്ടാവും. അത് ആനയൊന്ന് ബലം പിടിക്കും, നമ്മളൊന്ന് ബലം പിടിക്കുകയും ചെയ്താൽ ആയം കൂടി. ഈ കൂരെന്ന് പറഞ്ഞ സാധനം ഇത്രേ ഉള്ളൂ. ഇത് ഇടിക്കണത് 12 ഇഞ്ച് താഴ്ച ഉണ്ടാവും. പ്രിൻ്റ് ചെയ്തിട്ടല്ല ഇറങ്ങാം, മാംസം പൊട്ടിയിട്ടല്ല ഇറങ്ങാം. അപ്പോൾ ഇടിയുടെ വാറിൻ്റെ ഇതുപോലെ ഇരിക്കും. അപ്പോൾ അത് ആ ഉള്ളിലേക്ക് അത്രയും ആയം ചെല്ലുണ്ട്. അതല്ലേ ആൾക്കാർ കൂര് കൂടി കഴിഞ്ഞാൽ അയ്യോ എന്ന് പറയുന്നുണ്ട്. ഉടമസ്ഥന്മാരെന്നെ അത് വേണ്ട, അത്ര വേണ്ട, മുറിച്ചകളെ. കൂര് കൂടിയാൽ മുതലിന് തന്നെ കേട്. ഇത്ര നീളം കൂരൊക്കെ ഇട്ട് ഇടിച്ചു കഴിഞ്ഞാൽ പിന്നെ അധികം നാളൊന്നും ആന ഉണ്ടാവില്ല. മുതൽ പോയിണ്ടാവും. അപ്പോൾ അവർ സമ്മതിക്കും. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു വേനലും ഒരു വർഷക്കാലം കഴിയണമെന്നോ അങ്ങനെയല്ലേ? ഒരു വേനലൊരു വർഷം കഴിഞ്ഞാൽ ആനയ്ക്ക് ആനക്കാരനോടുള്ള ഒരു ബന്ധം വരുള്ളൂ. ആനക്കാരന് ആനയെ മനസ്സിലാക്കാനുള്ള ടൈം ഏതൊക്കെ മാസത്തിലാണ് ആനയ്ക്ക് വികൃത സ്വഭാവങ്ങൾ, ഏതെല്ലാം മാസത്തിലാണ് ആനയ്ക്ക് കോള്, ഏതെല്ലാം മാസത്തിലാണ് കോള് കഴിയുക, ഏത് മാസത്തിൽ കെട്ടി ഉറപ്പിക്കണം. അങ്ങനെ ഒരു ആത്മീക ബന്ധം ആനപ്പണിയെ പറ്റിയിട്ട് പഠിക്കാണ്ട്. ഞാൻ ഈ ഒരു ആന കയറിയോണ്ട് ഞാൻ വലിയ ആനക്കാരനായില്ലേ, അങ്ങനെയാവണ്. പല ആന കയറിയിട്ട് പല രീതിയിലുള്ള കാര്യങ്ങളും വരണം. ഇപ്പം ഈ ആനമേ ഞാൻ ആനപ്പണി പഠിക്കുക. ഈ ആന എൻ്റെ അമ്മ പറ്റും ആനയെ പിന്നെ ഞാൻ ആനപ്പണി പഠിക്കാൻ ആദ്യമായിട്ടാണ് ഈ ആന. തിരുവമ്പാടിക്കാർ ദേശത്ത് തട്ടകത്ത് വന്ന പിന്നെയാണ് ഞാൻ ഈ ആനയെ കാണുന്നത്. ഇതിൻ്റെ മുകളിൽ ആനപ്പണി അടുത്ത കൊല്ലത്തേക്കുള്ളതെന്ന് ഈ കൊല്ലം എങ്ങനെയാണ് ഇതിൻ്റെ വികരത ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞില്ലേ, തൊഴിലിന് അറ്റല്ല, ധനത്തിന് അറ്റല്ല, മോഹത്തിന് അറ്റല്ല. ഈ 4 കാര്യം ദൈവത്തിനോട് ആരും മതിയെന്ന് പറയില്ല. അങ്ങനെ ചെയ്യുക, പറ്റാവുന്ന വിജയിക്കും. അപ്പോൾ അവന് സംശയം തോന്നുന്നു, അവൻ എന്നോട് ചോദിക്കും, ആശാന ആന എന്നെ മതിയാണ്, എന്താ വേണ്ടതെന്ന് ചോദിക്കും. പറ്റില്ല പോണ്ടെന്ന് പറയും. തീരെ പറ്റാത്ത കേസാണെങ്കിൽ വരും, അങ്ങനെ നമുക്കത് വേണ്ടാന്ന് വെച്ചാലോ, അതന്നെ അന്നത്തെ ആനപ്പണി. അവിടെ ചെന്നിട്ട് നെഞ്ഞത്തടിക്കാൻ നിൽക്കണ്ടല്ലോ, അപ്പോൾ ഇവിടുന്ന് തന്നെ വേണ്ടാന്ന് വെക്കും. അങ്ങനെയും പറ്റും. അന്നത്തെ ആനപ്പണി അങ്ങനെ അവസാനിക്കും. അല്ലെ അവിടെ കൊണ്ടുപോയിട്ട് പറ്റാത്ത ലെവലാണെങ്കിൽ വണ്ടി തിരിച്ചിടാൻ പറയും, കയറ്റി കൊണ്ടുവരും. അതിന് മാനക്കേടൊന്നുമില്ല. അവിടെ കൈ വിട്ടതാവില്ല മാനക്കേട്. അപ്പോൾ അവിടെ കൊല്ലരാമകൃഷ്ണനും ഇല്ല, കരിവാരാമകൃഷ്ണനും ഇല്ല, എല്ലാവർക്കും കൂടി ഓടാ. നേരത്തെ നമ്മൾ കടന്നെല്ല് കൂട്ടിലുണ്ടായിരുന്ന ഒരു അനുഭവം എന്ന് പറഞ്ഞു, അതെന്താണ്? തിരുവമ്പാടി ഗോപാലൻകുട്ടി എന്ന് പറഞ്ഞൊരു ആന. ഇപ്പോൾ ഇത് നിൽക്കണില്ലേ, നമ്മുടെ എന്താ മന്ത്രിമാർ താമസിക്കുന്ന ഒരു റെസ്റ്റ് ഹൗസ് ഉണ്ട് നമ്മുടെ മുളന്താവില്, കിലയിൽ ഒരു പ്ലാവുമ്മ കടന്നലുണ്ടായിരുന്നു.
അപ്പോൾ ഞാനും കുണ്ടുമണി കള്ളംപരമന മൂന്നാളാണ് ആനക്കാർ. അപ്പോൾ കുണ്ടുമണി ഒരു പനമ കയറി പട്ടയൊക്കെ വെട്ടി, ഒരു പനമ ഞാനും കയറി, 2 പനയുടെ മുകളിൽ പട്ട വെട്ടി പരമ അതൊക്കെ അടക്കി വെച്ചു. ഒരു താങ്ങ് പട്ട കൊടുന്നു, ആന വെച്ചു പറമ്പിൽ, മാരാത്ത പറമ്പ് എന്ന് പറയും, അവിടെ കൊടുന്ന് വെച്ചു. അങ്ങനെ ആ രവിയുടെ അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ച് 2ാമത്തെ താങ്ങാൻ പോണോടുകൂടി എന്തുണ്ടായോ കടന്ന് ഒറ്റ അടിയാൻ എന്നെ നടക്കി. അടിച്ച വഴിക്ക് ഞാൻ വീണോണ്ട് അവിടെ ഒരു കുത്തിയാന. എന്നിട്ട് ആന ഈ പട്ട താങ്ങിയിട്ട് പോവുക, കുണ്ടുപണിയോട് ചാടാന്ന് പറഞ്ഞ് ഞാൻ ചാടി കടന്നോടത്ത് ഇരുന്നൊരു ഇറ കൊടുത്ത് കടന്നല്ലോ കൂട്ടിലേക്ക്. കടന്നല ഇളകി ആന കൂത്തി തള്ളിട്ടാണ് പട്ടയും കൊണ്ട് ഓടിയാന മാരാത്ത പറമ്പിലേക്ക് ഒപ്പം കടന്നല്ലോ. അങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ ആ സന്ദർഭത്തിനനുസരിച്ചിട്ട് നമ്മള് പെരുമാറാൻ ദേഷ്യം വന്നിട്ട് ചെയ്യാൻ പാടില്ല. നമ്മളാന കുത്തലൊക്കെ സാധാരണ ആന വെറുതെ ഒരു ആവശ്യമില്ലാണ്ട് എന്തെങ്കിലും തെണ്ടിത്തരം നമ്മുടെ ഭാഗത്തുനിന്ന് പറ്റിയിട്ട് ആന കുത്തി വെച്ചാൽ കുഴപ്പമുണ്ടായിരുന്നില്ല. ഇതാന നടന്നു പോകണ വൈകി തടിയിട്ടാ കുത്തിച്ചല്ല, പപ്പടവിടെ കൊടുത്തിട്ട് കുത്തിയതാ ഇവിടെ ഇട്ടിട്ട്. അപ്പോൾ അതങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. അപ്പോൾ ഞാൻ ഈ കടന്ന കിടപ്പിൽ ഒരു കള്ളി എടുത്തിട്ട് ഒരു വിടല വിട്ടു. കടന്നല് കൂട്ടത്തില് കടന്നല് കുത്തിയോളൂ. ഞാൻ പിന്നെ അങ്ങോട്ട് ഓടി, ആനയുടെ പിന്നാലെ കടന്നല കൂടി. അങ്ങനെ കിട്ടിയോ? കാരണം ഇവിടെയൊക്കെ നീരൊക്കെ വന്നു. പിറ്റേ ദിവസം കുഴപ്പമൊന്നുമില്ല. അന്ന് കുമാരനാര് ഉണ്ടായിരുന്നു. കുമാരനാര് വേഗം കാവത്തിൻ്റെ ഇലയൊക്കെ പറിച്ചു കൊടുന്ന് ചുണ്ണാമ്പ കൂടിയൊക്കെ തേച്ച് പിറ്റേ ദിവസമൊക്കെ പറിച്ചു കളഞ്ഞു. പനിച്ചു 2-3 ദിവസം എനിക്ക് നല്ല കിട്ടിയ പണി കിട്ടിയേ. ആനയ്ക്ക് പനിക്കാന്ന് പറയുമ്പോൾ അതെങ്ങനെ അറിയാം ശരിക്കും? അവരപ്പോ പശുവിനെ പനിച്ചാൽ എങ്ങനെ അറിയാം? അവരെ രോമൊക്കെ ഇങ്ങനെ ഇനിച്ചേക്കില്ല. അതേമാതിരി ആനയുള്ള പനി വന്നു കഴിഞ്ഞാൽ ആനയുള്ള രോമത്തെ കൂടെ നോക്കിയാലും നമുക്ക് മനസ്സിലാവും പനി ഉണ്ടെന്ന്. പിന്നെ മൂത്രത്തിന് കളർ വ്യത്യാസം വരും. അല്ലാണ്ട് ഇപ്പൊ ആന പനി ഉണ്ടെന്ന് ഇപ്പൊ നമ്മളോട് പറയും. ഞാൻ രാമദാസാനെന്ന് ആനപ്പണി അറ്റാക്ക് വന്ന് 2-3 അറ്റാക്ക് കഴിഞ്ഞാണ് എനിക്ക്. അപ്പൊ പിന്നെ ഞാൻ ഈ പണി വേണ്ടാന്ന് വെച്ചു. ആന പോയോടുകൂടി പിന്നെ ഈ മല്ലിക്കെട്ടായിരുന്നു വയ്യാച്ചിട്ട് പിന്നെ ഈ കുട്ടികളൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടി പറഞ്ഞിട്ട് എന്തായാലും വേണ്ടില്ല, ലാസ്റ്റ് ഒരു പണി എടുക്കാന്ന് ആള് തീരുമാനിച്ചു. തിരുവമ്പാടി കൃഷ്ണന്റെ ചോറ്. ഇപ്പോ കൂടെ നിക്കണ ആരൊക്കെയാണ്? ഇപ്പോൾ കൂടെ നിൽക്കുന്ന സുനി എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്, 3-ാമൻ. 2-ാമൻ കോഴിക്കോട്ടുകാര് സരത്ത് എന്ന് പറഞ്ഞ ഇടസട്ടക്കാരനായിട്ട് അവണ്ട്. ഇപ്പോൾ ഈ ഒരു ആനപ്പണിയിലേക്ക് കടന്നു വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു പുതിയ തലമുറ ഒരുപാട് ആൾക്കാർ ഈ പണിയിലേക്ക് കടന്നു വരുന്നുണ്ട്. രാമകൃഷ്ണന്റെ ഒരു അഭിപ്രായത്തിൽ എങ്ങനെയാണ്? അവരുടെ അടുത്ത് എന്തെങ്കിലും ഒരു ഉപദേശം പോലെ പറയാണ്ട? അല്ല, നമ്മൾ അവർ ചെയ്യുന്നത് തന്നെ ശരിയല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കും. ഇന്ന മതി ചെയ്യടാ, ഇപ്പം ഈ ആനയുടെ എല്ലാ കാര്യങ്ങളും അവനോട് പറയും, ഇന്ന മതി ചെയ്തോളൂ, ഇന്ന മതി. പിന്നെ അവർക്കൊരു നിയമഗമനം ഉണ്ടാവും. ഇപ്പം നിന്നിട്ട് പണിയെടുത്തിട്ടൊരു ശീലം ഉണ്ടല്ലോ, ആ ശീലത്തിൽ കൂടെ അവർ ചെയ്യും. പിന്നെ എന്തെങ്കിലും പോരാത്ത ഉണ്ടെങ്കിൽ ആ സംശയം തോന്നിയാണെങ്കിൽ അവനോട് ചോദിക്കും. അപ്പോൾ പറഞ്ഞു കൊടുക്കും, ഇന്ന മതി ചെയ്തോളൂ, ഇന്ന മതി ചെയ്തോളൂ എന്ന് പറയും. അപ്പോൾ അതനുസരിച്ച് അവർ ചെയ്യും. അതുകൊണ്ടങ്ങനെ മുന്നോട്ട് പോകണം. ഞങ്ങൾ തമ്മിൽ അങ്ങനെ കച്ചറങ്ങി ചെറിയൊന്നുമില്ല. നമ്മുടെ രാമകൃഷ്ണൻ ചേട്ടൻ്റെ കൂടെയുള്ള ഇപ്പോൾ കൂടെ നിൽക്കണത് ശരത്ത് എന്ന് പറഞ്ഞ പേര്, കോഴിക്കോട്. അപ്പോൾ ചേട്ടൻ്റെ കൂടെ ഇപ്പോൾ എത്ര നാളായി? ഈ ഒരു ഫീൽഡിലേക്ക് വരാനുള്ളൊരു കാരണം കാര്യങ്ങളൊക്കെ എങ്ങനെയെന്ന് പറയാൻ പറ്റുമോ? ഫീൽഡിലേക്ക് വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ആനക്കമ്പം തന്നെ. നാട്ടിൽ ആനകൾ വരും, കൊല്ലത്തിലൊരിക്കൽ നമ്മൾ അമ്പലത്തിലുണ്ടാകുന്ന വരും. അങ്ങനെയുള്ളൊരു കമ്പം കൂടി അങ്ങനെ ഇവിടത്തേക്ക് വരെ എത്തി. പിന്നെ നാട്ടിൽ ആദ്യം ആനകളൊക്കെ വരുന്ന സമയത്ത് കോഴിക്കോട് ശ്രീത്ത് എന്ന് പറഞ്ഞ ആളായിരുന്നു, അവൻ്റെ കൂടെ ആയിരുന്നു ഇങ്ങനെ തുടങ്ങി വന്നത്. പക്ഷെ അതിൻ്റെ മുന്നേ ശരിക്കും എന്നെ ഒരു ആനയിലേക്ക് വിളിക്കുന്ന, എൻ്റെ ആനയിലേക്ക് ആക്കുന്നതെന്ന് പറഞ്ഞാൽ നടുവണ്ണൂർ ബാബുവട്ടം എന്ന് പറഞ്ഞ ആളിപ്പോൾ 3-6 ഒരു പിടിയാനിക്ക് നിൽക്കുന്നുണ്ട്. ഒരു പ്രത്യേകമുള്ള ഒരു പിടിയാനിയാന്ന് പറഞ്ഞാൽ അതിൻ്റെ കളറിന് തന്നെ വ്യത്യാസമുണ്ട്. ആന ഒരു ചെമ്പൻ കളറാണ് ആന. അപ്പോൾ ആളെ കൂടെയാണ് വരുന്നത്. പിന്നെ അവിടെ നിന്നാണ് പിന്നെ കോഴിക്കോടൻ സീത്ത് എന്ന് പറഞ്ഞ ആളെ കൂടെ, ആനക്കാരൻ്റെ കൂടെ അങ്ങനെ പിന്നെ ഓരോ ദിവസങ്ങൾ അങ്ങനെ പോയി വന്നുമായി. പിന്നെ കണ്ടശാട് കണ്ണേട്ടൻ, പിന്നെ അത് രാമകൃഷ്ണേട്ടൻ, പിന്നെ ഇപ്പോൾ സന്തോഷേട്ടൻ, ഇവരുടെ കൂടെയൊക്കെ ഇങ്ങനെ നമ്മൾ പണിയെടുത്ത് പോകുമ്പോൾ നമ്മൾ ഓരോ ആൾക്കാരെ കൂടെ നിന്ന് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി. അപ്പോൾ പിന്നെ സന്തോഷേട്ടൻ ഈ ആനയമെന്നോട് പോയതിന് ശേഷം പിന്നെ രാമകൃഷ്ണേട്ടൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പറ്റുന്ന രീതിയിൽ അന്വേഷിച്ചു. അപ്പോൾ ആളെ കേസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആർക്കും പെട്ടെന്ന് പറ്റില്ല. ഭയങ്കര ദേഷ്യമാണ് കാര്യങ്ങൾ. പക്ഷേ എന്നോട് കാര്യങ്ങൾ ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് അറിയുന്ന ആനക്കാർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ആൾ നിങ്ങൾ പറയുന്ന മാതിരി ഒന്നുമല്ല, ഒരു സമയം കഴിഞ്ഞാൽ അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല. ആൾ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ചില കാര്യങ്ങളൊക്കെ പറയും, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഒക്കെ നീറ്റാണ് ആൾ, വേറെ വിഷയമൊന്നുമില്ല. അപ്പോൾ പിന്നെ ആൾ ഇവിടെ ആനയ്ക്ക് മരുന്നിന് വേണ്ടിയിട്ട് ഇവിടെ വരണ്ടായിരുന്നു സന്തോഷമായിട്ടുള്ള സമയത്ത്. അപ്പോൾ അതും കൂടെ മൂപ്പരെ കണ്ട് അങ്ങനെ പരിചയപ്പെട്ടതൊക്കെ ആയപ്പോൾ നമുക്കും തോന്നി പറഞ്ഞ രീതിക്കൊക്കെ ആളുണ്ട്, വേറെ കുഴപ്പമില്ല. അപ്പോൾ പിന്നെ നമ്മൾ ആളായിട്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ നമുക്കും തോന്നി വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളും. അപ്പോൾ നമ്മളിങ്ങനെ മൂപ്പരെ കൂടെ എല്ലാ കാര്യങ്ങളും മൂപ്പര് നമുക്ക് എന്തെങ്കിലും അഥവാ ഇപ്പം നമുക്കെന്താ അറിയില്ലെങ്കിൽ രാമകൃഷ്ണേട്ടാ അത് ഇങ്ങനെയല്ലേ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അന്ന് പറഞ്ഞു തന്നില്ലെങ്കിലും നാളെ നമുക്ക് അതിനൊരു ഉത്തരം മൂപ്പര് തരും.
അതാണ് ആളൊരു കാറ്റഗറി. പെട്ടെന്ന് നമ്മൾ പറയുന്ന കേസിനൊന്നും ആൾ അംഗീകരിച്ചു തരില്ല. നമ്മളത് മൂപ്പരതായുള്ളൊരു കാര്യങ്ങളുണ്ട്. അതിൽ സമയത്ത് നല്ല ഭംഗിയായിട്ട് മൂപ്പർ പറഞ്ഞു തരും. അപ്പോൾ നമ്മൾ കാത്തിരിക്കണം ആളെങ്ങനെയാണ്. ആൾ വേറൊരു സ്റ്റൈലാണ്, ആളെ പണിയും കാര്യങ്ങളും എല്ലാം കൊണ്ടും വ്യത്യസ്തമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഇതാകുമ്പോൾ നമ്മൾ ആളെ കൂടെ നിൽക്കുക എന്ന് പറയുമ്പോൾ നമുക്കൊരു ഇഷ്ടമാണ്. കാരണം അങ്ങനത്തെ ഒരാളെ കൂടെയല്ലേ നമ്മൾ നിൽക്കുന്നത്. നമുക്ക് ആനയായിട്ട് ബന്ധപ്പെടാനും കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും പകുതി ഉള്ളവനും ഉണ്ട്, മുഴുവനും ഉള്ളവനും ഉണ്ട്, മുക്കാഭാഗം ഉള്ളവനും ഉണ്ട്, ഒന്നും ഇല്ലാത്തവനും ഉണ്ട്. അപ്പോൾ നമ്മൾ കേട്ടറിവും കണ്ടറിവും പഴയ ആനക്കാരനാണ്, ആൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തതാണ്. പഴയ ആനകളെ, നല്ല നല്ല നാടൻ ആനകളെ, അതും എന്ന് പറഞ്ഞാൽ അത്രയും കച്ചറ എന്നുള്ളൊരു വഴക്കാണ്, അല്ലെങ്കിൽ ചെറിയൊരു തെറ്റലാണ്. അത് ഒതുക്കി പിടിച്ച് കൊണ്ടു നടക്കുന്ന ഒരു ആനക്കാരൻ എന്ന് പറഞ്ഞത് ആ ആനക്കാരൻ തന്നെയാണ്. ഇപ്പോൾ രാമേശ്വരൻ നേരത്തെ പറഞ്ഞ മാതിരി എന്താ പറയുക, ഓടി വരുന്ന ട്രെയിനിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ ഓടി വരുന്ന കുത്തിന് മുന്നിൽ ആന ഇവിടെ നിൽക്കുമെന്ന് പറഞ്ഞാൽ ആന നിന്നിട്ടില്ലെങ്കിൽ പിന്നെ സംഭവിക്കുന്നത് വെച്ചാൽ ആൾ പറഞ്ഞ പോലെ തന്നെ പിന്നെ നമ്മളെ മരണം തന്നെയാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടറിഞ്ഞ് കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ അതിനുള്ള ആളെല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഈ ആനയെന്നാണെങ്കിലും പഴയ കാര്യങ്ങളാണ് ആളെ ഇടയ്ക്ക് നമ്മളോട് പറഞ്ഞു തരും. പഴയ ആന എങ്ങനെയായിരുന്നു, ഇങ്ങനത്തെ കാര്യങ്ങളായിരുന്നു. അപ്പോൾ ഓരോ ആൾക്കാരെ സ്വഭാവം അറിയുന്ന കാര്യത്തിന് ഓരോ ആനകളെ നമ്മൾ പറഞ്ഞു തരുമ്പോൾ നമ്മളത് ഉൾക്കൊള്ളുക. ചിലപ്പോൾ നമ്മളിനി വേറൊരു ആന കയറുമ്പം അങ്ങനത്തെ സിറ്റുവേഷൻ വരികയാണെങ്കിൽ നമുക്കതിനനുസരിച്ച് പണിയെടുക്കാനുള്ള ആ ഒരു സെറ്റപ്പ് വരും. അപ്പോൾ ആളതൊക്കെയാണ് നമുക്ക് പറഞ്ഞു തരില്ല. എല്ലാ കാര്യങ്ങളും ആനകളും എല്ലാ കേസും കാര്യങ്ങളും എല്ലാം നമുക്ക് പറഞ്ഞു തരലുണ്ട് ആൾ. അപ്പോൾ നമ്മുടെ ഒരു ചാനലിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട ജീവിതാനുഭവത്തിലെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് എന്തായാലും പകർത്തിരുത്തിട്ട് നമുക്ക് പൊതുജനങ്ങളിലേക്ക് അറിയിക്കാൻ സാധിച്ചു. അപ്പോൾ ഈ ഒരു ഇത്രയും നേരം നമ്മുടെയായിട്ട് സഹകരിച്ച് ചെയ്യേണ്ട നമ്മുടെ ചാനലിൻ്റെ പേരൊരു നന്ദി പറയാണ്. അപ്പോൾ നമുക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഇതുപോലത്തെ ഒരു കൊച്ചു ചാനലിനെ ചേട്ടൻ്റെ പോലത്തെ വലിയ വലിയ ചട്ടക്കാർ നമ്മൾ ഒരു ഇൻ്റർവ്യൂ ചോദിക്കുമ്പോൾ അംഗീകരിച്ചിട്ട് നമ്മളങ്ങോട്ട് ക്ഷണിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് വലിയൊരു അംഗീകാരമാണ്. നമ്മൾ ഇതിനു വേണ്ടി പങ്കെടുത്തു. ഇപ്പോൾ ഈ കുട്ടീനെ നമ്മൾ പങ്കെടുപ്പിച്ചു. നമ്മളൊരു ആനക്കാര രീതിയിലല്ല ഞാൻ അവരോട് പെരുമാറുന്നത്. എനിക്ക് അങ്ങോട്ടുമില്ല. അപ്പം ഞാൻ അവരെന്നെ എൻ്റെ മക്കളെ പെരുമാറണം മതി. ഞാൻ അവരോട് പറയും, ആനപ്പണിയിലും പറയും, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുള്ളൂ, അല്ലാണ്ട് സംഭവിക്കില്ല. അല്ലാണ്ട് സംഭവിക്കുക അന്ന് ലോകപ്രളയാവും. അതാണ് എൻ്റെ ആനപ്പണി. അത് ആനപ്പണി വെച്ചാൽ ആനയുടെ അടുത്ത് ചെല്ലുന്നല്ല, ആന ചെയ്യുന്ന തെണ്ടിത്തരത്തിന് ഞാൻ പിന്നെ ചരക്കലമ്മ തുള്ളണ മതി തുള്ളുക. പിന്നെ എൻ്റെ ആനപ്പണി വേറെയാണ്. നമ്മൾ ഉദ്ദേശിച്ച കാര്യം ആന നടത്തിയതിൽ പിന്നെ ഉദ്ദേശം നടത്തിയിട്ടേ വിടുള്ളൂ എന്നുള്ളൊരു അങ്ങനെ ഒരു വാശിയുണ്ട് ആനപ്പണിയിൽ. അതൊക്കെ ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനൊന്നും കുഴപ്പമില്ല. അവരെ ഭംഗി പോലെ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇനി നമ്മുടെയൊക്കെ കഴിഞ്ഞില്ലേ, ഇനിയിപ്പോൾ ഇവരുടെയൊക്കെ അടുത്ത തലമുറയ്ക്ക് വരുമ്പോൾ ഒരുത്തൻ്റെ കൂടെ നിന്ന് ഇത്രയും കാലം നീ രാമേശ്വരൻ്റെ കൂടെ നിന്ന് എന്താ പഠിച്ചുള്ളൂ എന്ന് പറഞ്ഞാൽ അതെനിക്കൊരു മാനക്കേടായി. ഇരട്ടച്ചങ്ങൊന്നും പറയണ്ട, അതൊന്നും പറയണ്ട. അതൊക്കെ കൈ സ്പീഡ് അത് മതി. ആന തെറ്റുമ്പത്തിന് കയ്യും കാലൊക്കെ ഒരേപോലെ സ്പീഡ് വർക്ക് ചെയ്യിക്കാനൊക്കെ പഠിപ്പിച്ചു കൊടുക്കും. അതെ പഠിപ്പിച്ചു കൊടുക്കുന്നു. കാലുകൊണ്ട് ചങ്ങല കൊളുത്താനും കൈകൊണ്ട് തട്ടാൻ പറ്റില്ലെങ്കിൽ തോട്ടിയോണ്ടേലും തട്ടാനുള്ളതൊക്കെ പഠിപ്പിച്ചു കൊടുക്കും. അങ്ങനെ ഒരു സിസ്റ്റം വെച്ച് കയറ്റം മാത്രമേ ഉള്ളൂ. അതൊരു ഉപകാരമില്ല, അതൊരു കൂട്ടായ്മ. അത് അവന് ഈ വശത്തിലേക്ക് കൊണ്ടുവരേണ്ടത് നമ്മുടെ കഴിവാണ്. അല്ല അവനെ ചീത്ത പറഞ്ഞ് തല്ലിയിട്ടൊന്നും കാര്യമൊന്നുമില്ല. അതൊക്കെ പറഞ്ഞു കൊടുത്ത് അവനതിൽ ഉത്സാഹിപ്പിച്ച് പങ്കെടുപ്പിച്ച് വിജയിക്കേണ്ടത് ഒരു കൂട്ടായ്മയാണ്. അല്ലാണ്ട് ഒരാൾ തന്നെ വിചാരിച്ചാൽ അതിൻ്റെ അടുത്ത് ഒന്നും നടക്കാൻ പോകില്ലേ. രാമകൃഷ്ണൻ ചേട്ടനെ നമുക്ക് പരിചയപ്പെടുത്തി തന്ന എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ആള് നമ്മുടെ തിരുവമ്പാടി ദേവസ്വത്തിൽ ജോലി ചെയ്യാണ്. അപ്പോൾ 2 വാക്ക് ആളെ കുറിച്ചിട്ട് നമ്മുടെ രഞ്ജിത്ത് പറയും. നമസ്കാരം എല്ലാവർക്കും. ഞാൻ കൊല്ലം രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ ഈ വ്യക്തിയെ ഞാൻ കേട്ടുപരിചയമുള്ളൂ. എനിക്ക് പണ്ട് തൊട്ടേ ഞാൻ കണ്ടു തുടങ്ങിയത് ഞാൻ ദേവസ്വത്തിലെ ഒരു ക്ഷേത്രത്തിലെ ജീവനക്കാരനായി വന്നപ്പോഴും അദ്ദേഹം അവസാനമായിട്ട് ഇനിയിപ്പോൾ എന്ന് പറഞ്ഞിട്ട് വന്ന ഒരു ആനയാണ് തിരുവമ്പാടി കണ്ണെന്ന് പറയുന്ന ആന. ആനയിലേക്ക് വന്നിട്ടാണ് ഞാൻ കൂടുതൽ അമ്പലത്തിലെ ശിവേലിക്കും പൂരങ്ങൾക്കും ഇപ്പോൾ കഴിഞ്ഞപ്പോൾ കോവിഡ് കാലത്തുള്ള പൂരങ്ങൾക്കൊക്കെ ആള് ആനനെ എഴുന്നള്ളിക്കുന്നതായിട്ട് കണ്ടിട്ടാണ് ഞാൻ കൂടുതലും പരിചയപ്പെട്ടിട്ടുള്ളത്. മറ്റുള്ള നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഈ സിനിമ ഫീൽഡിലൊക്കെ പറയുന്ന പോലെ മോഹൻലാലും മമ്മൂട്ടി എന്നൊക്കെ പറയുന്ന പോലെ ഒരു കേട്ടുകേൾവി മാത്രമാണ് ശരിക്കും കൊല്ലം രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ വ്യക്തിയെക്കുറിച്ച് എനിക്കറിയാം.